ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും വർദ്ധിച്ചു വരുന്ന താപനില ടെലികോം ടവർ ഇൻസ്റ്റലേഷനുകളിലെ എയർ കണ്ടീഷനിംഗ് ചെലവുകൾ വർദ്ധിപ്പിച്ചേക്കും. മൊബൈൽ കണക്ടിവിറ്റി തടസ്സമില്ലാതെ തുടരുന്നതിനുള്ള ബേസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം ഉറപ്പാക്കുന്നതിൽ ഇൻസ്റ്റലേഷനുകൾ നിർണായകമാണ്. അടുത്ത മാസം വരെ താപനില മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ ടെലികോം കമ്പനികളുടെ ടവർ ഇൻസ്റ്റലേഷനുകൾക്ക് ആവശ്യമായ വൈദ്യുതി, ഇന്ധന ചെലവുകൾ എന്നിവ വർദ്ധിച്ചേക്കുമെന്നുമാണ് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉഷ്ണതരംഗം മൊബൈൽ കണക്ടിവിറ്റിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കാം. നിലവിലെ സാഹചര്യത്തിൽ ടവർ നെറ്റ്വർക്ക് വിപുലീകരണവും മന്ദഗതിയിലായേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഉഷ്ണതരംഗം തീവ്രമായി തുടരുകയാണെങ്കിൽ അന്തരീക്ഷ ഊഷ്മാവ് ഗുരുതരമായ തലത്തിൽ ഉയരും. ഇത് ടെലികോം ടവറുകളിലെ അടിസ്ഥാന ഘടകങ്ങൾ എയർ കണ്ടീഷണർ ചെയ്യുന്നതിനുള്ള വൈദ്യുത ഇന്ധന ചെലവുകളിൽ 3 മുതൽ 5% വർധനവ് ഉണ്ടായേക്കാം. പ്രത്യേകിച്ചും കണക്ടിവിറ്റി തകരാറിലാകാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. ടവർ കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളതും റെഡ് സീൻ സ്ട്രാറ്റജി കൺസൾട്ടന്റുമായ മോഹിനി റാന എക്കണോമിക് ടൈംസിനോട് പറഞ്ഞു. ടെലികോം ടവറുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ വൈദ്യുതിയുടെയും ഇന്ധനത്തിന്റെയും ചെലവ് ഒരു ടെലികോം കമ്പനിയുടെ വാർഷിക നെറ്റ്വർക്ക് പ്രവർത്തന ചെലവിന്റെ 55% വരും. ഇതിന്റെ 1/3 വഹിക്കുന്നത് ഡീസലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എണ്ണ കമ്പനികൾ ഡീസൽ വില ഉയർത്തിയാൽ ടെലികോം കമ്പനികളുടെ വെല്ലുവിളി ഇരട്ടിയായേക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാലാവസ്ഥ ഇതേ നിലയിൽ തുടരുകയാണെങ്കിൽ കമ്പനികളുടെ ലാഭത്തെ വരെ ഇത് ബാധിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണുതള്ളുന്ന കളക്ഷൻ, കണ്ണുതള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണുതള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും.